ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ദേവദത്ത ജീൻ നാഗ് എന്ന് പറഞ്ഞ ആളുടെ പേര് സാമി എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേക്ക് ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ പടം മാർച്ച് 14 റിലീസ് ആവുന്നത് അറിയിച്ചു. പിന്നെ കാതൽ 80 പോതുടമേ എന്ന് പറഞ്ഞ പടത്തിലത്തെ തീയെ എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ വരാൻ ഫെബ്രുവരി 7 എന്ന് വെച്ചാൽ നാളെ. ടൈം ഒന്നും അറിയിച്ചിട്ടില്ല, കാരണം അതിന്റെ ടൈം അറിയിക്കുന്നുണ്ടാവും. പിന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയാലും നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നി. എന്തായാലും 1 മില്യൺ പ്ലസ് യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ട്രെൻഡിങ്ങിലൊക്കെയാണ്, കാണാത്തതിന്റെ കണ്ടുനോക്കുക. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള സായി പല്ലവിയും നാഗചൈതന്യവും മെയിൻ കഥാപാത്രമായിരുന്നു പടം. ആ പടത്തിന് 2 days പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിന് സ്ക്രീൻ എടുക്കാം. ഇന്ന് 1 date പോസ്റ്റർ വന്നിട്ടുണ്ട്. നാളെയാണ് പടം റിലീസ് ആവുന്നത്. നന്നാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ സിദ്ധാർത്ഥിന്റെ 40ാമത്തെ പടത്തിന്റെ ടൈറ്റിൽ ടീസർ ഇന്നലെ വരുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. 3 BHK എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്, ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല ടീസർ ആയിട്ടാണ് തോന്നിയത്. അതിലത്തെ കാസ്റ്റിംഗും അടിപൊളിയായിട്ട് തോന്നി ആ ടീസർ കണ്ടപ്പോൾ. എന്തായാലും ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ നിറം മാറും ഉലകിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം മാർച്ച് 7 റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ കാവ്യ അരൂപമണി എന്ന് പറഞ്ഞ ആളുടെ പേര് മലർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 4ാമത്തെ പടം. ആ പടത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ഫിലിംസ് എന്നുള്ള അറിയിച്ചു. പിന്നെ എന്നെ അറിയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടം ഇറങ്ങിയിട്ട് 10 വർഷത്തിലുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ശ്രീനിവാസന്റെ പടം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടമാണ്. പിന്നെ ഡെലിവറിക്ക് ശേഷം എന്തായാലും ആ പടത്തിലത്തെ അമീന്റെ പേര് കൊറിയ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേകതരം പേരായിട്ട് എന്തായാലും. പിന്നെ ജുറാസിക് പാർക്കിന് ശേഷം ജുറാസിക് വേൾഡ് വന്നിരുന്നു. അതിന്റെ ട്രിലോജി ഇപ്പോൾ കംപ്ലീറ്റ് ആയി. എന്തായാലും ഇനി പടത്ത് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂലൈയിലായിട്ടാണ് പടത്തിന്റെ റിലീസ് വരുന്നത്. പിന്നെ വിടാമർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടം റിലീസ് ആയിട്ടുണ്ട്. എന്തായാലും അതിന്റെ മുന്നായിട്ട് ഇതിലത്തെ തനിയെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിരുന്നു തോന്നിയത്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ പ്രീസെറ്റ്സ് ഏകദേശം 64-65 ലക്ഷത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ വർഷത്തിൽ അത്യാവശ്യം മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് മലയാള പടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് സ്പേസ് ആയിരുന്നു 57 ലക്ഷമായിട്ട്. 2025 കാര്യമാണ് പറഞ്ഞത് റീസെയിൽസ്. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ വിടാമർച്ചയുടെ റീസെയിൽസ് കളക്ഷൻ ഏകദേശം 29.6 കോടി അല്ലെങ്കിൽ 30 കോടി എന്ന് തന്നെ പറയാം. ആ ഒരു ലെവലിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ RC 16 എന്ന് പറഞ്ഞിട്ടുള്ള രാംചര അഭിനയിക്കുന്ന 16ാമത്തെ പടം. ആ പടത്തിന്റെ സെറ്റിലത്തെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു ജനുവരി 29. ഞാൻ പറയാൻ മറന്നുപോയതാണ്. എന്തായാലും അത് പറയാണ് ഇപ്പോൾ. പിന്നെ പടത്തിലത്തെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള അവിനാഷ് കൊള്ളയുടെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ വെക്കിയിട്ടുണ്ട്. പിന്നെ SSMB 29 എന്ന് പറഞ്ഞ പടത്തിൽ പൃഥ്വിരാജ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പൃഥ്വിരാജിന്റെ പകരം ജോൺ അബ്രഹാം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ പൃഥ്വിരാജിനായിരിക്കാം, എന്താണെന്നുള്ള അറിയില്ല. ഡേറ്റ് അനുസരിച്ച് ചിലപ്പോൾ മാറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും കേൾക്കുന്നത് ജോൺ അബ്രഹാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ശിവകാർത്തികന്റെ അടുത്ത പടം വിനായക് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എടുക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മണികണ്ഠന്റെ പടം ഡയറക്ഷൻ ചെയ്താല്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പടം നല്ല പടം തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. എന്തായാലും കണ്ടറിയാം ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നാനിനെ വെച്ചിട്ട് സിബി ചക്രവർത്തി ഒരു പടം എടുക്കേണ്ടതെന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ഏപ്രിലോ അല്ലെങ്കിൽ മെയിലോ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ആവും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന് ശേഷമായിരിക്കും ശിവകാർത്തികനായിട്ടുള്ള സിബി ചക്രവർത്തിയുടെ പടം ഉണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഗംഭീരമായി വരട്ടെ. ആളുടെ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഗംഭീര പടനായിരുന്നു, ശിവകാർത്തികനെ വെച്ചിട്ടുള്ള പടം. പിന്നെ അനിയുടെ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ അനിരുദ്ധാണ് മ്യൂസിക് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. 3 ദിവസമൊക്കെ ആയി വന്നിട്ട് ഇപ്പോൾ കാണിക്കണമെന്നുള്ളൂ. പിന്നെ ആകാശം ലോകട്ടാറ എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖറിന്റെ വരാൻ പോകണം. അവിടത്തേന് പൂജ കഴിഞ്ഞായിരുന്നു. ഷൂട്ട് നാളെയാണ് സ്റ്റാർട്ട് ആവുന്നതെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഫെബ്രുവരി 7. എന്തായാലും വരട്ടെ. അതിൽ സായി പല്ലവി ഞാൻ നായിക എന്നുള്ളപ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, സ്വാത്വിക വീരവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ആക്ട്രസ്സാണ് ഇതിൽ നായിക എത്തുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ LT അമ്പരം എന്ന് പറഞ്ഞ അവിടെ ഇറങ്ങാൻ 50 കോടിയോളം. അപ്പോൾ 50 days to go എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിരുന്നു. അതിൽ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മോഹൻലാലിൻ്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത് അതും. പിന്നെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പടം സത്യാന്തികാട് എടുക്കുന്ന പടമാണ്. ആ പടത്തിൽ ബേസിൽ ജോസഫ് ജോയിൻ ചെയ്തെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കൺഫർമേഷൻ ആയിട്ട്. അപ്പോൾ ബേസിൽ ജോസഫ് ഉണ്ട് ആ പടത്തിൽ. എന്തായാലും പടം ഗംഭീരമായി വരട്ടെ. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷം മോഹൻലാൽ MMM എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ കൊച്ചിയിലുള്ള ഷൂട്ടിലായിരിക്കും ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ MMMന്റെ ഡൽഹിയിലാണ് ഷൂട്ട് വരിക. ആ ഡൽഹി ഷെഡ്യൂളിലും മോഹൻലാൽ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് മമ്മൂട്ടി മോഹൻലാലും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആയിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൊച്ചിയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഫെബ്രുവരി റിലീസ് ആവില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു 14. അപ്പോൾ എന്തായാലും നീട്ടി വെച്ചിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിനിപ്പോൾ ഏപ്രിലോ അല്ലെങ്കിൽ മെയിലോ ആയിരിക്കും റിലീസ് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. കാരണം ഏപ്രിൽ 10 ആവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് വിഷുവിൻ്റെ സമയത്തിൽ. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി വിനായകൻ ജിതിൻ K ജോസ് പടം നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. ഏപ്രിലായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ പഴയ പടം ഒരു വടക്കം വീരഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫെബ്രുവരി 7 എന്ന് വെച്ചാൽ നാളെ റിലീസിന് വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. പിഷാരടിനായിട്ട് മമ്മൂട്ടി ഇരുന്നിട്ടുള്ള രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. കാണേണ്ടവർ കണ്ടുനോക്കാം. എന്തായാലും കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടിയുടെ ഇതിൻ്റെ മുന്നേ എന്ന് വെച്ചാൽ അവനാഴി ഇറങ്ങിയത് അതിൻ്റെ മുന്നേ പുറത്തിറങ്ങിയ പടമാണ് വെള്ളിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗംഭീര സംഭവം തന്നെയായിരുന്നു. എന്തായാലും അതിൻ്റെ 4K വെർഷൻ മനോരമ മാക്സിലൂടെ നാളെ എന്നുവെച്ചാൽ ഫെബ്രുവരി 7 OTT റിലീസ് ആവുന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.